വളരെ ആശ്വാസകരമായ വാർത്ത. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രദേശങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ ഉറക്കം കെടുത്തി അവർക്കിടയിൽ ഒരാളായിരുന്നു രാധയെ കൊലപ്പെടുത്തിയ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്തു എന്ന സ്ഥിരീകരിച്ച വാർത്തയാണ് ഈ അവസരത്തിൽ വരുന്നത്. ഓപ്പറേഷൻ സംഘത്തിന്റെ തെരച്ചിലിനിടെ ഇന്ന് പുലർച്ചെ 2:30 മണിക്കാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. ചത്തത് ഈ നരഭോജി കടുവ തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. രാധയെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് ഈ ചത്ത് കിടക്കുന്നത്. മരണകാരണം അറിയാൻ വിശദമായ പോസ്റ്റ്മോർട്ടം വേണമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അദ്ദേഹം അഭിനന്ദിച്ചു. വനംവകുപ്പ് ജീവനക്കാർ കൃത്യമായി അവരുടെ ജോലി ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പിലാക്കാവിൽ നിന്ന് ഇവിടെയാണ് ഇതിൻ്റെ ജഡം കണ്ടെത്തിയത്. പിലാക്കാവിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വീണ്ടും ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ അനന്തര നടപടികൾ എന്താണ്? RRT സംഘം വളരെ ആശ്വാസത്തിൻ്റെ പാതയിലാകും. കാര്യം ജനങ്ങളുടെ രൂക്ഷമായ പ്രതിഷേധത്തിന് സാക്ഷ്യം വയ്ക്കായിരുന്നു പിലാക്കാവും അതുപോലെ പഞ്ചാരക്കൊല്ലിയും മാനന്തവാടിയും ഒക്കെ. രാധയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് ഇപ്പോൾ ചത്തത് എന്ന് വനംവകുപ്പിൻ്റെ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. വനം വകുപ്പിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നു. ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഈ കടുവകൾ തമ്മിൽ ഏറ്റുമുട്ടിയാണോ ഈ മുറിവുകൾ ഉണ്ടായി മരണത്തിലേക്ക് മടങ്ങിയത്? എന്തായാലും ഈ കടുവ യുടെ കഥ അന്ത്യമായി എന്നറിയുമ്പോൾ വളരെ ആശ്വാസകരമായി. സുർജിത്ത് അയ്യപ്പത്ത്, പറയൂ. തീർച്ചയായും SKN വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം പ്രകടിപ്പിക്കുന്നു ആളുകൾ. കടുവ പെൺകടുവയാണ്. അത് പിലാക്കാവിനടുത്ത് വെച്ചാണ്, ആ ഭാഗത്ത് വെച്ചാണ് അത് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ ഒരു മയക്കുവെടി ദൗത്യം നടത്തിയിരുന്നു. അതിനുശേഷം കടുവ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള CCF തന്നെ സ്ഥിരീകരിക്കുന്ന നിലപാടുണ്ട്. അതേ കടുവ, അതായത് രാധയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് വനംവകുപ്പ്. അതിൽ പ്രധാനമായും അവർ വിലയിരുത്തുന്നത് ഈ ക്യാമറ ട്രാപ്പ് വെച്ചിരുന്നു. ആ ക്യാമറ ട്രാപ്പിൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും കുടുങ്ങിയതാണ്. ആ ദൃശ്യങ്ങളിൽ അതേ പാറ്റേൺ തന്നെയാണ് ഈ കടുവയ്ക്കുള്ളത് എന്നുള്ളത് ബയോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു അത് സ്ഥിരീകരിച്ചു. വിഷ്ണു അത് കൃത്യമായ രീതിയിൽ തന്നെ ആ ചിത്രങ്ങൾ സഹിതം കാണിച്ച് അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് നടക്കേണ്ടത്. അതിൻ്റെ കാലനിർണ്ണയം, എത്ര വയസ്സുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. കടുവയ്ക്ക് പരിക്കുണ്ടായിരുന്നു. ആ പരിക്ക് വന്നത് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈ വനത്തിനകത്ത് മറ്റു കടുവകളുമായുള്ള ഏറ്റുമുട്ടൽ, ഈ സമയത്ത് മേറ്റിംഗ് പീരീഡാണ് കടുവകളുടെ, അതായത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ മേറ്റിംഗ് പീരീഡാണ്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫൈറ്റുകൾ നടക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ദുഃഖത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. അത്രമാത്രം. എന്തായാലും നമ്മോടൊപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ വിഷയം സംസാരിച്ച് ഷാനവാസ് നമ്മോടൊപ്പം ചേരുകയാണ്. അതായത് എൻകൗണ്ടറിലടക്കം ഷാനവാസ് പങ്കെടുത്താണ്. ഷാനവാസ്, ഇപ്പം എന്താണ് ഷാനവാസിന് പറയാൻ? വളരെ സന്തോഷം, ഒന്നും പറയാനില്ല. നമ്മുടെ കണ്ണിലൊക്കെ നിങ്ങൾ കണ്ടേയാണല്ലോ. വളരെ സന്തോഷം. കടുവ ചത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ മനുഷ്യർ മരിക്കുന്നതിനേക്കായി നല്ല കടുവ മരിക്കലാണല്ലോ. അതുകൊണ്ട് വളരെ സന്തോഷം. ഞങ്ങളുടെ നാട്ടുകാരെ വീതി മാറ്റിയതിനും ഇവിടെയുള്ള ഒരുപാട് പേർക്ക്, ഈ മക്കളെ കണ്ടില്ലേ കളിച്ച് നടക്കുന്നത്, പുറത്തിറങ്ങാൻ ഇന്നിപ്പോൾ 2 ദിവസം കർഫ്യൂ പ്രഖ്യാപിച്ചാണ്. പണിക്ക് പോകാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആൾക്കാർക്ക്. അതെല്ലാം ഈ ഒരു സാധനത്തിനെ കൊണ്ടാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയുമ്പോൾ വിമർശിക്കുമ്പോഴൊക്കെ അവരെ ചീത്ത പറയുമെങ്കിലും പോലീസ് ആയിക്കോട്ടെ, ഫോഴ്സ് ആയിക്കോട്ടെ, മാധ്യമങ്ങളായിക്കോട്ടെ, പ്രത്യേകിച്ച് ഈ വാർത്ത എല്ലാത്തിലും പരത്തിയതും ഇത്ര പബ്ലിഷ് ആക്കിയതായ മാധ്യമങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് പ്രഷർ വന്നതും എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ എന്ത് തന്നെ ആയാലും വളരെ സന്തോഷം. ഞങ്ങളെ അനുഭവിച്ച വിഷമത്തിന് ഒരു പരിഹാരമായി. ശുഭവാർത്ത രാവിലെ തന്നെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. സന്തോഷം തന്നെയാണ്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ 3-4 ദിവസമായിട്ട് ഉറക്കം തന്നെ ഇല്ലായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നു. ആ പാവം ആ കുടുംബത്തിന് പോയി. ഇനിയിപ്പോ എന്താ പറയുക, സമാധാനത്തിൽ നമുക്ക് നമ്മളെ പഴയ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. രാവിലെ എണീക്കുക, ഒരു സമാധാനത്തിൽ ഇനി പോവാം നമുക്ക്. ഇനി അത് ചേട്ടാ ഈ സമരത്തിലൊക്കെ സജീവമായിട്ട് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ എങ്ങനെ എല്ലാവരും അടുത്ത് നന്ദി പറയണമെന്ന് തന്നെ അറിയില്ല. ഇവിടെ വന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസുകാർക്കും അതുപോലെ തന്നെ ചാനലുകാർക്കും ഹൃദയം നിറഞ്ഞൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തിയാണ് ഈ ഒരു അവസരത്തിൽ. വളരെയേറെ സന്തോഷമുണ്ട്. സമാധാനമായിട്ട് പോകാം. ഓരോ നിമിഷവും വളരെയേറെ എന്താ പറയുക, അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നിങ്ങളെടുത്തിട്ടുണ്ട്. ആളുകളൊക്കെ വളരെ വളരെ സ്നേഹത്തോടു കൂടി വനം വകുപ്പുകാരെ അവരുടെ ഒരു ഹൃദയവായ്പ അറിയിക്കുന്നുണ്ട്. കാരണം SKN കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. വനം വകുപ്പിന് എതിരെ അവരുടെ വികാരം പ്രകടിപ്പിക്കുകയാണ് നാട്ടുകാരെല്ലാം തന്നെ. നാട്ടുകാർ വികാരം പ്രകടിപ്പിക്കാനുള്ള കാരണവുമുണ്ട്. അതായത് ഇവിടെ ഒരു സ്ത്രീയെ ആക്രമിച്ച് ഒരു കടുവ കൊന്നിരിക്കുന്നു. അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കയുടെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ ആണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക്, ഇങ്ങനെ ഒരു വിവരം രാവിലെ തന്നെ അറിയും. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് ആശ്വാസം പ്രകടമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു SKN. അതാണ് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് ഇപ്പോൾ പറയാനുള്ളത്.